അംവാലുക്കും നിങ്ങളെ സമ്പത്ത്. മുസ്ലിങ്ങളെ സമ്പത്ത് ഇന്ന് മുസ്ലിങ്ങളെ വിനോദത്തിന്റെ ആളുകളാക്കി മാറ്റി. ലക്ഷക്കണക്കിനല്ലേ ചെലവഴിക്കുന്നത് കട്ടൗട്ടുകൾക്ക് വേണ്ടി, അതിന്റെ കളറുകൾക്ക് വേണ്ടി, പതാകകൾക്ക് വേണ്ടി. ഞാനത് വിമർശിക്കുമ്പോ നിങ്ങൾക്ക് തോന്നും ഉസ്താദേ അതൊക്കെ ഈ കാലഘട്ടത്തിൽ വേണ്ടതല്ലേന്ന്. ചോദിക്കട്ടെ സഹോദരങ്ങളെ, നാളെ റബ്ബിന്റെ കോർട്ടിൽ വെച്ച് ഈ അമിതമായി അനാവശ്യമായി ദൂർത്തായി ചെലവഴിക്കുന്ന ഈ പണത്തെ പറ്റി പറഞ്ഞില്ലെന്ന് നിങ്ങളാരും പറയരുത്. എന്റെ ശബ്ദം ശവിക്കുന്ന ഒരാണും പെണ്ണും പറയരുത്. 5 പൈസ അത്തരത്തിലൊരു കട്ടൗട്ടിനോ ഒരു പതാകക്കോ ഒരു കളിയുടെ ഒരു ആരാമത്തിന് വേണ്ടിയോ ഒരു കളിക്കളം നിർമ്മിക്കുന്നതിന് വേണ്ടിയോ അതിലേക്ക് കുട്ടി രാത്രി പോയി കളിക്കാൻ 1000 രൂപയോ ഒരു 100ഓ 50ഓ കൊടുക്കുന്നെങ്കിൽ അത് ഇസ്റാഫാണ്, ഹറാമാണ്. അല്ലാഹ് പൊരുത്തപ്പെടാത്ത രീതിയിൽ ചെലവഴിക്കുന്ന സമ്പത്താണ്. വിനോദത്തിന് വേണ്ടി ലക്ഷങ്ങളല്ലേ കോടികളല്ലേ പൊടിപൊടിക്കുന്നത്. സമയം കളയാൻ നമുക്ക് പ്രശ്നമുണ്ടോ സഹോദരങ്ങളെ? ഒരു പ്രശ്നമുണ്ടോ? ഞാൻ ഇന്നലെ ഈ പരിപാടിക്ക് വരുമ്പോഴേ, ഇന്നലെ വേറൊരു മരണ വീട്ടിൽ പോകാണ്ട് ഒരു ബൈക്ക് വരുമ്പോ ഒരു പാലത്തിന്റെ അടുത്തുണ്ട് മുസ്ലിങ്ങളായ ആണും പെണ്ണും നിന്നിട്ട് ഒരു കാഴ്ച കാണാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു താഴോട്ട് ഏതെങ്കിലും കുട്ടികൾ ചാടിയോ. അപ്പൊ അതല്ല സംഗതി. നിങ്ങൾ പേപ്പറിൽ വായിച്ചില്ലേ, ഒരു പാലത്തിന്റെ അടുത്ത് നിന്നിട്ട് നമ്മളെ ആൾക്കാർ ഫോട്ടോ എടുത്ത് രസിക്കാണ്, ഫോട്ടോ എടുത്ത് സുഖിക്കാണ്, സമയങ്ങൾ ഇഷ്ടം പോലെ ചെലവഴിക്കാണ്. അവരവിടെ നിന്നിട്ട് അതിനു വേണ്ടി സമയം കളയാണ്. എന്തിനു വേണ്ടി? 2 ആൾക്കാരെ കട്ടൗട്ടുകൾ വെച്ചിട്ടുണ്ട്. ആ കട്ടൗട്ടുകൾ കണ്ട് ആസ്വദിക്കണം. എന്തായാലും ഇത്ര ആസ്വദിക്കാൻ? ഞാൻ ചോദിക്കട്ടെ, അത്തരത്തിലൊരു കളിക്കാരന്റെ കട്ടൗട്ടിന് വേണ്ടി ഒരു 10 രൂപ ഒരു മുസ്ലിം സഹോദരൻ ചെലവഴിക്കുന്നതിന്റെ ഇസ്ലാമിന്റെ ഹുക്കുമെന്താ സഹോദരങ്ങളെ? തീർത്തും ഹറാമാണ്, ഇസ്രാഫാണ്, ദൂർത്താണത്. ഇസ്ലാമിൽ ആവശ്യമില്ലാത്തൊരു സംഗതിയാണത്. അങ്ങനെ ഒരാളെ കട്ടൗട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? നാളെ ആഖിറത്തിൽ ആ ചെറുപ്പക്കാരെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയും, നിങ്ങൾ ഉണ്ടാക്കിയ കട്ടൗട്ടിന് നിങ്ങൾ ജീവൻ കൊടുക്കൂ എന്ന് പറയും. ജീവൻ കൊടുക്കുന്നതിന് പറയും. അതിന് കയ്യുണ്ട്, കാലുണ്ട്, മൂക്കുണ്ട്, കണ്ണുണ്ട്, എല്ലാം ഉണ്ട്, മുന്നുണ്ട്, പിന്നുണ്ട്, അതിലപ്പുറമുള്ള ഒക്കെ ഉണ്ട്. ജീവൻ കൊടുക്കാൻ പറയും. കൊടുക്കാൻ കഴിയോ ജീവൻ കൊടുക്കാൻ? എന്നിട്ട് അതിനു വേണ്ടി ലക്ഷങ്ങൾ കോടികളാ ചെലവഴിക്കുന്നത്. സമ്പത്ത് നമ്മളെ വിനോദത്തിലാക്കരുത്. സന്താനങ്ങൾ കളിക്കാനുള്ളതല്ല, കാര്യത്തിൽ വളർത്താനുള്ളതാണ്. സന്താനങ്ങൾ ഇങ്ങനെ ഓല പറ്റി കളിച്ച് ഓലൻ രസിച്ച് സുഖിപ്പിച്ച് മതിപ്പിച്ച് ജീവിച്ച് ഓലക്കൊണ്ടൊരു മോഡലാക്കി ഓലി ഒരു കുർമനാക്കി വളർത്തി ഒരു കരിഞ്ചനാത്തനാക്കി വളർത്താനുള്ളതല്ല, ഇസ്ലാമിന്റെ സിറ്റുവേഷനിൽ വളർത്തണം. ഒരാളോട് പറയാൻ പറ്റാത്ത അവസ്ഥ. ഒരു കുട്ടിനെ കൊണ്ടുവന്നിട്ട് 2, 2.5, 3 വയസ്സായ കുട്ടിനെ കൊണ്ടുവന്നിട്ട് മുടി വെട്ടിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോ ബാപ്പാനോടും മകനോടും ഈ മുടി വെട്ടുന്ന ആള് ചോദിച്ചു. ഞാൻ അതിന്റെ അപ്പുറത്തുണ്ടായപ്പോൾ എനിക്ക് ഇതിന്റെ സംഭവം അറിഞ്ഞത്. അവിടെ ഉണ്ടാകണ്ടില്ലേ എന്നായിപ്പോയി. അല്ലാഹു തആല 10 വർഷങ്ങൾക്ക് ശേഷം ഓൻക്കൊരു കുട്ടിനെ കൊടുത്തതാ. അല്ല, നേർച്ചയും വഴിപാടും പ്രാർത്ഥനയും സ്വലാത്തും ഒക്കെ നടന്നിട്ട് അതിന് നന്ദികേടാവൻ ചെയ്യുന്നത്. ഒരു കുട്ടിന്റെ 2.5 വയസ്സ് 3 വയസ്സായ കുട്ടിനെ മുടി വെട്ടാൻ വേണ്ടി വന്നപ്പോ കുട്ടിനോടും ചോദിച്ചു, ബാപ്പാനോടും ചോദിച്ചു. ചോദിച്ചത് ഇങ്ങനെ ചോദിച്ചാൽ അവരൊക്കെ എന്താ മറുപടി പറയാന്ന് കേൾക്കാനൊരു ഭാഗമായി പോയി. ഏത് രൂപത്തിലാ വെട്ടേണ്ടത് വെറുതെ ചോദ്യം ചോദിച്ചതാണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞതും ബാപ്പ പറഞ്ഞ മറുപടിയും കേൾക്കണോ നിങ്ങള്? ഇപ്പൊ എടുത്തു കാണിക്കുന്ന ഈ കട്ടൗട്ടുകളിൽ ഒരു താരത്തിന്റെ പേര് പറഞ്ഞിട്ട് അവന്റെ മുടി പോലെ വെട്ടണം, അവൻ ചിരണ്ടിയ പോലെ ചിരണ്ടണം. ബാപ്പയും മകനും ഒത്തൊരുമിച്ചിട്ട് പറയുമ്പോ സഹോദരങ്ങളെ, മുസ്ലിങ്ങളുടെ സംസ്കാരം എവിടെ എത്തിപ്പോയി? അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് നമ്മളെ മാറ്റി ചിന്തിച്ചത് എവിടെ എത്തിപ്പോയി? എന്താണ് അങ്ങനെ സംസ്കാരത്തിൽ? അങ്ങനെ വെട്ടിയാൽ എന്താ കുഴപ്പം വരിക? കുട്ടിന്റെ തല ഉണ്ടാവൂലേ? തല ഉണ്ടാവും, ഒക്കെ ഉണ്ടാകും, പക്ഷെ തലയിലൊന്നും ഉണ്ടാവില്ല, തലിമ്പാലൊക്കെ ഉണ്ടാവും. സംസ്കാരം അതല്ല. ഇസ്ലാമിനൊരു സംസ്കാരമുണ്ട്. പകുതി മുടി വെട്ടിയ ഒരു കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടപ്പോ പറഞ്ഞു, മോനെ എങ്ങനെ വെട്ടരുത്, ഇത് മോശാണ്, മുഴുവനായി വെട്ടണം, അല്ലെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ വെട്ടിയിട്ട് നല്ലോണം എണ്ണ തേച്ച് വളർത്തി വെക്കണം. അപ്പൊ ചില ആൾക്കാരുടെ ഒരു ഭാഷയായിട്ട് വന്നിന്, മുടി വളർത്താനാണ് നബി തങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് പെരടിയിലൊക്കെ തൂക്കിയിട്ട് ഒന്നായിട്ട് വളർത്താം. അപ്പൊ ഓനെ പിന്നിന്ന് കണ്ട പെണ്ണും മുന്നിന്ന് കണ്ട ആണും. പിന്നിന്ന് കണ്ടാലും അവനെ തട്ടി വിളിക്കാൻ പേടിയാണ്, കാരണം പെരടിയിലേക്ക് തൂങ്ങിയിട്ടുണ്ട് ഒന്നായിട്ട്. മുന്നിന്ന് കണ്ടാലും മുന്നിന്ന് കണ്ട ആണാണ്. അങ്ങനെയാണോ വളർത്താനും വെട്ടാനും പറഞ്ഞത്? അതിനൊക്കെ ഒരു പാകത്തെ ശൈലി പറഞ്ഞിട്ടുണ്ട്. ആ ശൈലിയിലാണ് കുട്ടികളേതും വെട്ടിക്കേണ്ടത്. മറ്റേത് വെട്ടിക്കുന്നത് ആ കുട്ടിനെ തന്നെ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തുടക്കത്തിൽ തന്നെ ശ്രദ്ധ മാറ്റുകയാണ്.
എന്നിട്ട് ആ കുട്ടിന്റെ കയ്യും പിടിച്ചിങ്ങനെ പോരുമ്പോ അവന്റെ ഒരു കിബറ് നോക്ക് നിങ്ങൾ. നമ്മളെ എതിർക്കാൻ ആരുമില്ല. നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താലേ എന്താ മറുപടി ഉണ്ടാകാൻ ഇറങ്ങി നോക്കൊക്കെ അറിയില്ല മറുപടി. എന്റെ കുട്ടിയല്ലേ, ഞാൻ നോക്കിയോളൂ, കഴിഞ്ഞില്ലേ? നമ്മളൊന്ന് മാന്യമായ ആൾക്കാരെ മാന്യമായി വിളിച്ച് ഒന്നേ സ്വകാര്യമായിട്ടൊന്ന് ഉപദേശിച്ചാൽ കിട്ടുന്ന മാന്യ മറുപടി അത്. അല്ല പരസ്യമായിട്ടാണെങ്കിലുള്ള മറുപടി വരണ്ട, മൈക്കിലൂടെ പറയാൻ പറ്റൂല. മാന്യമായിട്ട് വിളിച്ചിടുന്നു, സുഹൃത്തെ എന്താണ് 10 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ അതൊരു കുട്ടീനെ തന്ന്, ഇങ്ങനെ ആക്കിയാൽ എങ്ങനെ? അടുത്ത കൊല്ലം തന്നെ ആ കുട്ടി ഉണ്ടാവും നിങ്ങൾക്ക് അറിയോ? വലിയ രോഗം നിന്നിട്ട് ആ കുട്ടീനെ അല്ല കൊണ്ടുപോയാലോ? നമുക്കൊരു പരീക്ഷണമായിട്ട് അല്ല നന്നായല്ലത്, നല്ലോണം വളർത്തണ്ടേ? ആ പരീക്ഷണത്തിൽ തോറ്റുപോകാൻ പാടുണ്ടോ എന്ന് പറഞ്ഞാൽ എന്നൊക്കെ നല്ല നസീഹത്ത് കൊടുത്ത ഓന്റെ വക മറുപടി എന്താ അറിയോ? എന്റെ കുട്ടിയല്ലേ, ഞാൻ നോക്കിയോളും, നമ്മൾ നോക്കിയോളും, നമ്മളെ കാര്യം നിങ്ങളെ കാര്യങ്ങൾ നോക്കിയോളും, കഴിഞ്ഞില്ലേ? പിന്നെന്താ പറയാ? പിന്നെ ആരോടാ പറയാ? ആരോടെയും പറയാൻ ധൈര്യം വരും? ആരോടെങ്കിലും പറയാൻ മനസ്സ് വരുമോ സഹോദരങ്ങളെ? കാരണം തിരിച്ചിങ്ങോട്ട് കേൾക്കാൻ പറ്റാത്താണ്. പിന്നെ ആരെങ്കിലും പറയോ? ഒരു മനുഷ്യനെ കണ്ടാൽ ഓനൊന്ന് കേൾക്കെങ്കിലല്ലേ ഓനോട് പറയുള്ളൂ. ഞാൻ ഒന്നും തിരിച്ച് പ്രതികരിച്ചില്ലെങ്കിലും കേട്ടുന്നാലും സമാധാനല്ലേ? അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ ആ രൂപത്തിൽ പ്രതികരണമാണ്. അതുകൊണ്ട് സമ്പത്ത് കൊണ്ട് കളിയിൽ ഏർപ്പെടരുത്. സമ്പത്ത് കൊണ്ട് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറിപ്പോകരുത്. സന്താനങ്ങളെ കൊണ്ടും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറിപ്പോകരുത്. ആയത്തിന്റെ അവസാനം സമ്പത്ത് കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റി ജീവിച്ചാൽ, സന്താനങ്ങളെ കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റി ജീവിച്ചാൽ അവർ പരാജിതരാണ്, നഷ്ടം സംഭവിച്ചവരാണ്. ദുനിയാവിലും നഷ്ടമാണ്, ആഖിറത്തിൽ